കുറച്ച് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. തന്നെ ഒന്ന് ചെയ്ത് നോക്കണം ഈ ക്വസ്റ്റ്യൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഇത് ബോർഡ് എക്സാം പഴയ പ്രീവിയസ് ഇയർ തന്നെയാണ്, നോക്കിക്കോളൂ. Find the value of k for which the equation 3k plus 1 x square plus 2 into k plus 1 x plus 1 has equal roots and find the roots. തന്നെ ചെയ്യണേ. ഷാരോൺ അറിയാമോ? ഷാരോണെ കണ്ടുപിടിക്കുകയാണ് സാർ. കേട്ടില്ല. കണ്ടുപിടിക്കുക. ഓക്കെ. അൽക്കയ്ക്ക് അറിയാമോ ഇത് ചെയ്യാൻ? അൽക്ക അറിയത്തില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് ഇവിടെ ഈക്വൽ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനന്റ് 0 എന്ന അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിമിനന്റ് കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു.
അപ്പം ഡിസ്ക്രിമിനന്റ് ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്, ഈക്വൽ ടു 0 ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഇത് വെച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കെയുടെ വാല്യൂ ആ കണ്ടുപിടിക്കേണ്ടത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാ തന്നിരിക്കുന്നത്, അതിന് ഈക്വൽ റൂട്ട്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം for a quadratic equation if the roots are equal, its discriminant is equal to 0. Its discriminant equal to 0 ആണ്. അതായത് d is equal to 0 എന്ന്, അതായത് b square minus 4ac is equal to 0 എന്നർത്ഥം. അപ്പൊ ഇവിടെ b യും a യും c യും ഒക്കെ കണ്ടുപിടിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ k കിട്ടും. ആ k വെച്ചിട്ട് നമുക്ക് ഇതിന്റെ റൂട്ട്സും കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം, ഇവിടെ 3k plus 1 x square എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട്. അപ്പം ഈ x സ്ക്വയറിന്റെ കൂടെ കിടക്കുന്നതാണ് നമ്മൾ a ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇവിടെ x ന്റെ കൂടെ കിടക്കുന്നത് ആരാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതിനെ നമ്മൾ അകത്തോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ x ഫോമിലോട്ട് മാറ്റണം, അല്ലേ? നമുക്ക് ആദ്യം ആ ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയിട്ട് 3k plus 1 into x square plus 2 into k plus 1 into k plus 1 into x plus 1 ആണ്. ശരിയല്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇവരെ ഒന്ന് സോൾവ് ചെയ്യാം. ഇവനെ ഒന്നും ചെയ്യേണ്ട, ഇവനെ 3k plus 1 into x square പ്ലസ്, ആദ്യം ഞാൻ എന്താ പറയുക, ഇവരെ തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ 2 അവിടെ ഇട്ടിട്ട് ഇവനെ k into x plus 1 ചെയ്യുന്നു, വീണ്ടും 1 into x plus 1 ചെയ്യുന്നു, 1 into x plus 1 ചെയ്യുന്നു. ഓക്കെ, അവിടെ നിന്ന് 3k plus 1 x square പ്ലസ് 2 into k അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് kx പ്ലസ് ഇത് k പ്ലസ് 1x പ്ലസ് 1 എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും 3k plus 1 x square പ്ലസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 into അയ്യോ ഒരു സെക്കൻഡ്, ഇതെങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സെക്കൻഡ് കുഞ്ഞുങ്ങളെ, ഒറ്റ സെക്കൻഡ്, ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാണ് ഒന്നുകൂടെ. ക്വസ്റ്റ്യൻ എന്തായാലും 3k plus 1 x square പ്ലസ് 2 into k plus 1 x plus 1 ആണ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഓൾറെഡി ax square plus bx plus ഫോമിലാണ് തന്നിരിക്കുന്നത്. ഞാൻ ആ എക്സ് പ്ലസ് 1 അതിന്റെ കൂട്ടി ആലോചിച്ചാണ്. അപ്പൊ ഇത് ax square പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ തന്നിരിക്കുന്നത്. എയുടെ നേരെ കിടക്കുന്ന എന്താ? ഇവിടെ a എന്ന് പറയുന്നത് 3k plus 1 ആണ്. b നോക്കി, എക്സിന്റെ കൂടെ കിടക്കുന്നത് d ആളാ, ഇല്ലേ? അതാണ് b. അപ്പൊ b ഈസ് ഈക്വൽ ടു 2 into k plus 1 ആണ്. c എന്താ? c എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്കിനി എന്താ, നമുക്കറിയാം ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് b square minus 4ac എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് b square minus 4ac എന്ന് പറയുമ്പോഴത്തേക്കും b എന്ന് പറയുമ്പോൾ 2k plus 1 the whole square minus 4 into a എന്ന് പറയുമ്പോഴത്തേക്കും 3k plus 1 into c എന്ന് പറയുമ്പോഴത്തേക്കും 1 is equal to 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ന്റെ സ്ക്വയർ 4 ആണ്, അത് k plus 1 the whole square എന്ന് എടുക്കാം. ഹലോ, വന്നില്ല. ഓക്കെ, ഞാനിപ്പോ വരുമ്പോഴത്തേക്കും വിളിക്കാം. ഇവിടെ 4 into ഇവിടെ നമുക്ക് എന്താ, ഇവിടെ ചെയ്യുന്ന സമയത്ത് 4 into 3k plus 1 എന്ന് വരുന്നു. 1 അവിടെ തന്നെ കിടക്കട്ടെ. അപ്പൊ ഇത് നമുക്ക് 4 into ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് k square പ്ലസ് 2k പ്ലസ് 1 മൈനസ് 4 ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12k പ്ലസ് 4 എന്ന് വരുന്നു ഈസ് ഈക്വൽ ടു 0. 4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k സ്ക്വയർ പ്ലസ് 8k പ്ലസ് 4 മൈനസ് 12k പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് ഇവിടെ കിട്ടുന്നത് പ്ലസ് 4k, അതിനകത്തൊരു കാര്യങ്ങളുണ്ട്, ഇവിടെ ബ്രാക്കറ്റ് ഇടണം, മൈനസ് ആയതുകൊണ്ട് 4k സ്ക്വയർ പ്ലസ് 8k പ്ലസ് 4 മൈനസ് 12k മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. പ്ലസ് 4 മൈനസ് 4 വെട്ടി, ബാക്കി 4k സ്ക്വയർ പ്ലസ് 8k മൈനസ് 12k ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അവിടെ നിന്ന്
എന്താണ് 4k². 8k മൈനസ് 4k എന്ന് പറയുമ്പോൾ മൈനസ് 4k ആണ്. 4k ഈസിക്കൽ ടു 0. അവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 4k കോമൺ എടുത്താൽ ബാക്കി എന്തെന്ന് വരും? k മൈനസ് 1 എന്ന് വരും ഈസിക്കൽ ടു 0. ഇനി 4k ഈസിക്കൽ ടു 0 എന്ന് കൊടുക്കാം. അവിടുന്ന് k ഈസിക്കൽ ടു 0. അടുത്തത് k മൈനസ് 1 ഈസിക്കൽ ടു 0. k ഈസിക്കൽ ടു 1. അമ്മയെ വിളിച്ചോ? ഇവിടെ ഇവിടെ ഇനി k അപ്പൊ നമുക്ക് kക്ക് 2 വാല്യൂ കിട്ടി. അപ്പൊ kക്ക് 2 വാല്യൂ കിട്ടിയെങ്കിൽ ആ റൂട്ടും കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ വാല്യൂ അവിടെ കൊണ്ട് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? നമുക്കറിയാം if k is equal to 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? if k is equal to 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ 3k plus 1 into x square plus 2 into k plus 1 x plus 1 ഇത് പറഞ്ഞു തരാമേ. ഇവിടെ k 0 ആണെങ്കിൽ നമുക്ക് k ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 into 0 plus 1 into x square plus 2 into 0 plus 1 x plus 1 is equal to 0. 0 അവിടെ നിന്ന് ഇത് ഇവിടെ 0 ആവും. 0 plus 1 into x square എന്ന് വരുന്നു പ്ലസ് 2 into 0 plus 1 into x എന്ന് വരുന്നു പ്ലസ് 1 is equal to 0. ഇവിടെ 1x square വരുന്നു. ഇവിടെ എത്രയാ? ഇവിടെ 2x എന്ന് വരുന്നു. ഇവിടെ 1 is equal to 0 എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് x square plus 2x plus 1 is equal to 0. ഇവിടെ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് അതിന്റെ റൂട്ട് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ x plus 1 ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് അവിടുത്തെ 0 വാല്യൂ. എക്സിന് 1 കൊടുത്ത് kക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയത് എന്താ വന്നേ? ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസിക്കൽ 0 എന്ന് വരുന്നു. ഇവിടെ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് പ്രോഡക്റ്റ് എന്താണ്? 1 into 1 1 തന്നെ, സം 2 ആണ്. അപ്പൊ നമ്മൾ രണ്ട് നമ്പേഴ്സ് 1 ഉം 1 ഉം എടുത്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് എന്താ? ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്തപ്പോൾ ഇത് എക്സ് പ്ലസ് 1 വന്നു. ഇവിടെ നിന്ന് 1 കോമൺ എടുത്തപ്പോൾ വീണ്ടും ഇത് എക്സ് പ്ലസ് 1 വന്നു. അപ്പൊ എക്സ് പ്ലസ് 1 into എക്സ് പ്ലസ് 1 ഈസിക്കൽ 0 എന്ന് വന്നു. അവിടുന്ന് ഓരോന്നിനും 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിന്റെ 2 വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് ഈസിക്കൽ മൈനസ് 1, എക്സ് ഈസിക്കൽ മൈനസ് 1. പക്ഷെ ഇവിടെ പ്രശ്നം ഇനി എന്താ? ഇത് 4 മാർക്കിന്റെ ചോദ്യം കേട്ടോ. ഇനി ഇവിടെ kക്ക് എന്ത് കൊടുക്കണം? ഈ k ഈസിക്കൽ ടു kക്ക് 2 വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. k ഈസിക്കൽ ടു 0 k ഈസിക്കൽ 1. kക്ക് 1 കൊടുത്താലോ, ഈ k ഈസിക്കൽ ടു 1 കൊടുത്താലോ നമ്മുടെ ഇക്വേഷൻ എന്താവും? 3k plus 1 3k plus 1 x square plus 2 into k plus 1 into x plus 1 is equal to 0. kക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 3 into 1 plus 1 x square plus 2 into 1 plus 1 x plus 1 is equal to 0. ഇവിടുന്ന് 3 plus 1 into x square എന്ന് വരുന്നു. ഇവിടെ 2 into 1 plus 1 2 x എന്ന് വരുന്നു plus 1 എന്ന് വരുന്നു. ഇത് 4x square എന്ന് വരുന്നു. ഇത് 4x എന്ന് വരുന്നു plus 1 എന്ന് വരുന്നു is equal to 0. ഇവിടെ വീണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ? a എന്ന് പറയുന്നത് 4, b എന്ന് പറയുന്നത് 4, c എന്ന് പറയുന്നത് 1. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ a into c ആണ്, 4 into 1 ആണ്. സം കണ്ടുപിടിക്കാൻ b ആണ്, b 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 2 into 2 തന്നെ ചെയ്താൽ മതി. കാരണം എന്താ? കാരണം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 into 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. 2 plus 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 തന്നെ കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് നമുക്ക് 4x square plus 2x plus 2x plus 1 is equal to 0. അവിടുന്ന് 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ x plus 1 എന്ന് വരുന്നു. ഇവിടെ നിന്ന് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 കോമൺ എടുക്കാനേ പറ്റത്തുള്ളൂ. ഒരു സെക്കൻഡ്, ഇവിടെ നിന്ന് 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x plus 1 എന്ന് വരുന്നു.
ഇവിടുന്ന് ഒന്നും കോമൺ എടുക്കാനില്ല, 1 കോമൺ എടുത്തു, അപ്പോൾ 2x പ്ലസ് 1 എന്ന് വരും ഈക്വൽ ടു 0. അവിടുന്ന് വീണ്ടും 2x പ്ലസ് 1 രണ്ടിടത്തും കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x പ്ലസ് 1 തന്നെ വരുന്നു, 2x പ്ലസ് 1 എന്ന് തന്നെ വരുന്നു ഈക്വൽ ടു 0. അവിടുന്ന് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് 2x പ്ലസ് 1 ഈക്വൽ ടു 0, അവിടുന്ന് x ഈക്വൽ ടു -1/2. ഇവിടെയും 2x പ്ലസ് 1 ഈക്വൽ ടു 0, x ഈക്വൽ ടു -1/2. കണ്ടോ, ഇതായിരിക്കും എൻ്റെ ആൻസർ. 4 മാർക്കിന്റെ ചോദ്യമാണ്, ചെറുതാക്കി തരാം, എഴുതിക്കോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സെക്കൻഡ്, ഞാനിത് ഒരുമിച്ചാക്കി തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു 3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒത്തിരി ചെയ്യാനും ഉണ്ട്, കണ്ടോ, ഇത്രയും ചെയ്യാനുണ്ട് കാര്യം. അതൊക്കെ ഞാൻ ചെയ്തു തരാം. ഇത് നോക്കി ചെയ്തേരെ, ഇത് നോക്കി ചെയ്തോ, ഡൗട്ട് ഉള്ളവർ ചെയ്തോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ എടുത്തണം. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ തന്നെ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളൊന്ന് ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങോട്ടേക്ക് എഴുതാം. ഫൈൻഡ് എക്സ്, ഫൈൻഡ് എക്സ്, എക്സ് 1/x minus 2 plus 2/x minus 1 is equal to 6/x. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, അതുകൂടെ ചെയ്തോളൂ. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയിടാം. ഇവിടെ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ പഠിച്ചാൽ നോക്കുന്നുണ്ടോ? ഡിസ്ക്രിമിനന്റ് പ്രത്യേകത എന്താ? ഡിസ്ക്രിമിനന്റ് പ്രത്യേകത എന്താ? ഇത് പഠിക്കണം, നോക്കിയോ. b² - 4ac ചെയ്യുമ്പോൾ 0ക്ക് കൂടുതലായിരുന്നെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ട്. b² - 4ac 0 ആണെങ്കിൽ അതിന് ഈക്വൽ റൂട്ട്സ് ആണുള്ളത്. b² - 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന് റിയൽ റൂട്ട് ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റിയൽ ഈക്വൽ റൂട്ട്സ് എന്നാണ് പറയുന്നത്. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ എന്താണ്? b² - 4ac 0 ആയി, ശരിയല്ലേ? ഈക്വൽ റൂട്ട്സ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്കറിയാം if roots of quadratic equation are equal, then discriminant അതായത് b is equal to 0. b is equal to 0 എന്ന് പറയുമ്പോൾ b² - 4ac ഇവിടെ ഈ ഇക്വേഷൻ b ഏതാ, a ഏതാ, c ഏതാ കണ്ടുപിടിച്ചാൽ ആൻസർ kയുടെ വാല്യൂ കിട്ടും. 3k plus 1 x² plus 2 into k plus 1 x plus 1 is equal to 0. ഇവിടെ ax² plus bx plus c is equal to 0 ഇവിടെ കിടക്കുന്നു. kയുടെ ഇവിടെ എന്താ? x² ഇവിടെ കിടക്കുന്നു. അതായത് a എന്ന് പറയുന്നത് ഇവിടെ 3k plus 1 ആണ്, b എന്ന് പറയുന്നത് ഇവിടെ 2 into k plus 1 ആണ്. അതിനെ നമുക്ക് 2k plus 2 എന്ന് എഴുതാം. ഓക്കെ, c എന്ന് പറയുന്നത് ഇവിടെ b² - 4ac 0 എന്നാണ് പറഞ്ഞത്. b² എന്ന് പറയുന്നത് നമുക്ക് എന്താ? 2k plus 2 whole square minus 4 into a എന്ന 3k plus 1 into c എന്ന c എത്ര 0 എന്നാണ്. ഇതിൽ നിന്ന് k കണ്ടുപിടിക്കാൻ എളുപ്പം. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2
4 into 3k plus 1 ചെയ്യുന്നതാണ്. ഇവിടെ 4k square plus 8k plus 4 ആണോ മൈനസ് ഇത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12k plus 4 ഇത് മൈനസ് 4 3 മൈനസ് 12 മൈനസ് 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 4 ആണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇവിടെ ഈ പ്ലസ് 4 മൈനസ് 4 പോയി ബാക്കി എന്താ 4k സ്ക്വയർ പ്ലസ് 8k മൈനസ് 12k 8 മൈനസ് 8k മൈനസ് 12k 4k ആണ് 4k സ്ക്വയർ മൈനസ് 4 is equal to 0. ഇവിടെ നിന്ന് 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ k മൈനസ് 1 is equal to 0. ശരിയല്ലേ അല്ലേ ഇവിടെ നിന്ന് ഇവിടെ 4k ആണ് ഇവിടെ 4k കോമൺ എടുത്തു കഴിഞ്ഞാൽ k മൈനസ് 1 is equal to 0. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ 4k നെ 0 ആയിട്ട് കൊടുക്കുന്നു അവിടുന്ന് k is equal to 0 by 4 അടുത്തത് k മൈനസ് 1 നെ 0 ആയിട്ട് കൊടുക്കുന്നു k is equal to അപ്പോൾ k ക്ക് എത്ര വാല്യൂ ഇവിടെ പറയുന്നത് k യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന്റെ റൂട്ട് കൂടെ കണ്ടുപിടിക്കാനാണ് k യുടെ വാല്യൂ കണ്ടുപിടിച്ച് റൂട്ട് കണ്ടുപിടിക്കാനാണ് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ k യുടെ ഈ വാല്യൂ ആദ്യം ഇതിനകത്ത് കൊണ്ടുപോയിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം k യുടെ ഈ വാല്യൂവിനകത്ത് നമുക്ക് 0 കൊടുക്കാം അതായത് ഈ k is equal to 0 k 0 ആണെങ്കിൽ ഇതെന്ത് വരും 3 into 0 plus 1 into x square plus 2 into 0 plus 1 into x plus 1 is equal to 0. ഇതാണ് 0 ഇതൊക്കെ ആദ്യം മാത്രം 1 ഉള്ളൂ 1 x square ആവും പ്ലസ് ഇവിടെ 2 into 0 0 ആണ് ഇവിടെ ആദ്യം 1x ആവും പ്ലസ് 1 is equal to 0. ഇവിടെ a എന്ന് പറയുന്നത് 1 b എന്ന് പറയുന്നത് 1 c എന്ന് പറയുന്നത് 1 പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ a into c അതായത് 1 into 1 സം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ഇവിടെ സം കണ്ടുപിടിക്കാൻ വേണ്ടി b എത്ര ഇവിടെ 2 ആണ് അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഉം 1 ഉം വരും കാരണം എന്താ 1 into 1 ചെയ്ത് കഴിഞ്ഞാൽ 1 വരും 1 plus 1 ചെയ്താൽ 2 വരും അപ്പോൾ ഇവിടെ എന്ത് വരും 1x square plus 1x plus 1x plus 1 is equal to 0. ശരിയല്ലേ ഇവിടെ ഒന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ x plus 1 ഇവിടെ കോമൺ എടുക്കാനൊന്നുമില്ല 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ x plus 1 is equal to 0. രണ്ടിടത്ത് x plus 1 കോമൺ ഉണ്ട് വീണ്ടും ബാക്കി ഇവിടെ ഒരു x രണ്ടിടത്ത് x plus 1 is equal to 0 ഇവിടെ x plus 1 is equal to 0 ഇനി k എന്താ if k is equal to എന്താ k is equal to 1 ആണെങ്കിൽ ഇവിടെ എന്ത് 3 into 1 plus 1 the whole into x square plus 2 into എന്താ 2 into എന്താ വരുന്നത് k plus 1 k plus 1 എന്ന് പറയുന്നത് 1 plus 1 into x plus 1 is equal to 0. ഇവിടെ 3 into 1 3 3 plus 1 4 4x square plus 2 into ഇത് 2 വരും 2 into 2 into x നമ്മൾ 4x plus 1 is equal to 0. ഇവിടെ a എന്ന് പറയുന്നത് 4 b എന്ന് പറയുന്നത് 4 c എന്ന് പറയുന്നത് 1 പ്രൊഡക്റ്റ് a into c എന്ന് പറയുമ്പോൾ 4 into 1 4 എന്ന് എഴുതാം സം എന്ന് പറയുന്നത് b ആണ് 4 ആണ് നമുക്ക് നമ്പേഴ്സിന് എന്തായാലും എഴുതാം 2 into 2 എടുക്കാം 2 into 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും 2 plus 2 ചെയ്യുമ്പോൾ 4 കിട്ടും ഓക്കെ ഇവിടെ 4x square plus 2x plus 2x plus 1 is equal to 0. ഇവിടുന്ന് 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x plus 1 ഇവിടുന്ന് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x plus 1 രണ്ടിടത്ത് 2x plus 1 കോമൺ ഉണ്ട് 2x plus 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വീണ്ടും 2x plus 1 വീണ്ടും ഇതിന് 2x plus 1 0 കൊടുക്കുക 2x plus 1 0 എന്ന് എടുക്കുക 2x is equal to minus 1 വരും x is equal to minus 1 by 2 ഇവിടെ 2x plus 1 is equal to 0 എന്ന് എടുക്കുക 2x is equal to minus 1 വരും x is equal to നോക്കിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞോ ദേവനന്ദ ഡീന് ശ്രേയമാർ രണ്ടുപേര് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ ഇനി ഒരു കാര്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആർക്കൊക്കെ മനസ്സിലായില്ല എന്നൊന്ന് പറഞ്ഞേ അർച്ചിത ഓക്കെ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആശിഷ് ഓക്കെ സർ ഡീന് ഓക്കെ സർ എനോക്ക് ഓക്കെ ഓക്കെ സർ
ദേവനന്ദ, ഷാരോൺ, yes sir. Okay ആണ് sir. അൽക്ക, Okay ആണ് sir. 2 ശ്രേയമാര്. Okay ആണ്. അതേപോലെ സിദ്ധാർത്ഥും നമ്മുടെ അൻകിത്തും അത് എഴുതിയെടുത്തോ. sir. അത് നോക്കുക, പറഞ്ഞുതരാം കേട്ടോ. അൻകിത്ത് എന്ന് പറഞ്ഞിട, അൻകിത്ത്. ആ, ഡൗട്ട് ഉണ്ടോ അത്? സാറേ ഞാൻ കുറച്ച് എഴുതുന്നുണ്ട്. എഴുത്, പെട്ടെന്ന് എഴുത്. അമ്മയെ വിളിച്ചായിരുന്നു ഇവിടെ വന്നിട്ട്. നോക്കി ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. ഡൗട്ട് ഉണ്ടോ നോക്കാം. നിങ്ങളെ 4 മാർക്കിന്റെ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പഠിച്ച ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. അൻകിത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, രണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നോക്കിയേ. പ്രസ് ചെയ്ത് നോക്കിയടാ. രണ്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫൈൻഡ് എക്സ് 1/x-2 + 2/x-1 = 6/x. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത്ര എളുപ്പമുള്ള രീതിയിലൊന്നും വരില്ല. അത് എപ്പോഴോ ഒരു 1-2 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നാണ്. അപ്പം ഇതിന്റെ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ മറ്റേ സോൾവ് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലായിട്ട് പ്രൊഡക്റ്റും സമ്മും കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ള. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിനെ ഇങ്ങോട്ടും ക്രോസ് എൽസിയം എടുക്കണം, അല്ലേ? അങ്ങനെ എടുക്കുമ്പോൾ നോക്കിക്കോളൂ, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് x-1 വരും, അല്ലേ? പ്ലസ് ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് വരും? x-2 വരും. ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്താ? x-2. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. x-2 × x-1 ഈസിക്കൽ എത്ര? 6/x. ഇനി ഇത് x + x വരുമ്പോൾ 2x വരും. -1 - 2 എന്ന് പറയുമ്പോൾ -3 വരും. ഡിവൈഡഡ് ബൈ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയോ, x × x-1 - 2 × x-1 ആണ്. ഈസിക്കൽ ടു 6/x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് ചെറുതാക്കാം. 2 - x / ഇത് x² - x - 2x + 1 എന്ന് വരും. കാരണം -2 ഈ -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2 എന്ന് വരും. ഓക്കെ, ഈസിക്കൽ ടു 6/x. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഒന്ന് സോൾവ് ആക്കാം. 2 - x / x² - x ഉം -2x കൂടെ ചെയ്താൽ -3x ആണ്. +2 ഈസിക്കൽ എത്രയാ? 6/x ആണ്. ഇതിങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ അവിടെ 2x - 3 ഇൻറ്റു എന്തെന്ന് വരും? x എന്ന് വരും. ഈസിക്കൽ ടു ഇവിടെ 6 ഇൻറ്റു x² - 3x + 2 എന്ന് വരും. ഓക്കെ, ഇനി ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2x² - 3x എന്ന് വരുന്നു. ഈസിക്കൽ ടു ഇത് 3ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6x² - 18x + 12 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവന്മാരെ രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാം. അപ്പോൾ ഇവിടെ 0 ആവും. 0 ഈസിക്കൽ എന്താ? 6x² - 2x² - 18x + 3x + 12. അപ്പോൾ എത്ര? 6x² - 2x² എന്ന് പറയുമ്പോൾ എത്ര? 4x² -18 + 15 എന്ന് പറയുമ്പോൾ +3 എന്ന് പറയുമ്പോൾ എത്ര? -15x ആണ്. +12 ഈസിക്കൽ ടു 0. അല്ല, ഇവിടെ ഈസിക്കൽ ടു ഇവിടെ ഒരു 0 ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് 0 ഇട്ടാൽ മതി. ഇവിടെ 0 ഉണ്ട്. അതിനെ ഒന്ന് എന്താക്കി എഴുതുക? അതിനെ ഒന്ന് 4x² - 15x + 12 ഈസിക്കൽ ടു 0 എന്ന് എഴുതുക. ഇവിടെ വേണേൽ കോമൺ എടുക്കാം. എന്ത് കോമൺ എടുക്കാം? കോമൺ എടുക്കാൻ പറ്റുമോ എന്തേലും? ഇല്ല, കോമൺ എടുക്കാൻ പറ്റത്തില്ല. പറ്റുമോ? 3 ഇവിടെ 2 ഇവിടെ 15 പറ്റത്തില്ല. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് 4, b എന്ന് പറയുന്നത് -15, c എന്ന് പറയുന്നത് 12. ഇവിടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് a × c ചെയ്യണം, 4 × 12 ചെയ്യണം. അപ്പോൾ നമുക്ക് 12 4 48 കിട്ടും. ഓക്കെ, സം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് b ആണ് സം, -15 ആണ്. ഓക്കെ, നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 48 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 15 വരണം. ഏതായിരിക്കും എടുക്കാൻ പറ്റും? ഏതെടുക്കാൻ പറ്റും? എഴുതിയെടുത്തു.
ഓക്കെ, കിട്ടിയോ കുഞ്ഞുങ്ങളെ? കിട്ടിയത്? ഷാരോൺ കിട്ടിയോ? ഷാരോൺ ഇല്ല ടീച്ചർ. കിട്ടിയോ? ഇല്ല ടീച്ചർ. ഇല്ല. ഓക്കെ, ബാക്കി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ശ്രേയ കിട്ടിയോ? ശ്രേയ കിട്ടിയോ? ശ്രേയ കിട്ടി. കിട്ടി. എത്ര കിട്ടിയത്? 3-ഉം 4/3-ഉം. 3-ഉം 4/3. അല്ല, ഞാൻ ലാസ്റ്റ് ആൻസറാ പറഞ്ഞത്. ഓക്കെ ഫൈനൽ. ഈ പ്രൊഡക്റ്റ് സംഭവം ഏതാ കിട്ടിയേ? ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ അതാ ചെയ്തേ. ഇക്വേഷൻ വെച്ച് ചെയ്തോ? ഇക്വേഷൻ വെച്ചും ചെയ്യാൻ കേട്ടോ. ഇക്വേഷൻ അറിയാമോ? ഇക്വേഷൻ വെച്ച് ചെയ്യാൻ അറിയോ? എയും ബിയും സിയും ഇത് തന്നെയാണോ കിട്ടിയേ? അല്ല, ഏതാ കിട്ടിയ പിന്നെ? 3x² - 13x + 12. എനിക്ക് ഒരു തെറ്റുണ്ട്. 1/(x - 2) + 2/(x - 1) = 6/x ആണ്. കുഞ്ഞുങ്ങളെ ഒരു തെറ്റുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആയിരുന്നു. 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ല. നോക്കി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണേ, x - 1 + 2 × x - 2 ആണ്. കാരണം അവിടെ 2 ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തില്ലായിരുന്നേ, അതാണ്. അപ്പൊ ഇവിടെ താഴെ x - 2 × x - 1 = 6/x. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ചെയ്താലേ കിട്ടുള്ളേ. ഇവിടെ x - 1 × 2 × x - 2 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് 2x - എന്തെന്ന് എഴുതാം? 4 എന്ന് എഴുതാം അല്ലേ? താഴെ ഇത് x × x - 1 എന്ന് ചെയ്യാം, -2 × x - 1 ചെയ്യാം, = 6/x. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് അറിയാം ഇത് മോളിൽ പോസിറ്റീവ് പ്ലസ് ആണ്. അപ്പം x - 1 + 2x - 4 എന്ന് ഇങ്ങനെ എഴുതാം. താഴെ x² - x - 2x + 2 എന്ന് വരും. കാരണം ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, = 6/x. ഇത്ര ഓക്കെ ആണോ? ഇനി ഇവിടെ x + 2x എന്ന് പറയുമ്പോഴത്തേക്കും 3x ആണ്. 3x - 1 - 4 എന്ന് പറയുമ്പോൾ -5 ആണ്. ഡിവൈഡഡ് ബൈ താഴെ x² മൈനസ് എത്രയാണ്? x - 2x എന്ന് പറയുമ്പോഴത്തേക്കും -3x + 2 = 6/x. ഇനിയും ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ 3x - 5 × x എന്ന് വരുന്നു, = 6 × x² - 3x + 2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 3x² - 5x = ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x² - 18x + 12 എന്ന് വരും. ഓക്കെ. ഇനിയും അടുത്തതിനകത്ത് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരാം. ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ 0 വരുന്നു. 0 = 6x² - 3x² -18x അപ്പുറത്തുനിന്ന് -5 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +5x + 12. അപ്പൊ ഇവിടെ 6x² - 3x² എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ്? നമുക്ക് 3x² എന്നായിരുന്നത്, -18x + 5x എന്ന് പറയുമ്പോഴത്തേക്ക് -13x എന്ന് വരുന്നു, +12 = 0 ആണ്. ഇത് 0 നമുക്ക് എവിടെ വേണേ ഇടാം. 3x² - 13x + 12 = 0. ഇവിടെ എയും ബിയും സിയും, a = 3 ആണ്, b = -13 ആണ്, c = 12 ആണ്. ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x കണ്ടുപിടിക്കാൻ -b ± √b² - 4ac / 2a ആണ്. അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -13 ± √b² എന്ന് പറയുമ്പോൾ -13 സ്ക്വയർ -4 × a എന്ന് പറയുമ്പോൾ 3 × c എന്ന് പറയുമ്പോഴത്തേക്കും 12 / എത്രയാണ്? 2 × 3. എഴുതാൻ പറ്റുന്നുണ്ടോ? അടുത്തത് x = -13 എന്ന് പറയുമ്പോഴത്തേക്കും +13 ആണ്,
പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 13 മൈനസ് 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 ആണ്. മൈനസ് 12 ഇൻറ്റു 48 48 ഇൻറ്റു 3 പറയുമ്പോൾ 120 144 എന്ന് വരും. 144 ഡിവൈഡഡ് ബൈ 6. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 എന്ന് വരുന്നു ഡിവൈഡ് ബൈ 6. നമുക്ക് റൂട്ട് 25 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 5 ആണ്. അപ്പം 13 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡ് ബൈ 6 എന്ന് വരുന്നു. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് 5 ഡിവൈഡ് ബൈ 6, എക്സ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 5 ഡിവൈഡ് ബൈ 6. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 3. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 5 എന്ന് പറയുമ്പോഴത്തേക്കും 8 ബൈ 6 2 വെച്ച് കട്ടിയുമ്പോൾ 4 ബൈ 3. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ടീച്ചർ ഫുൾ നോട്ട് ഒന്ന് ഒരുമിച്ച് കാണിക്കാവോ ഇതിന്റെ ക്വസ്റ്റ്യൻ? ഉള്ളോട്ട് കാണിക്കാം. ഇവിടാണോ? അത്ര മതി. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. In the given figure, BOA is a diameter. BOA is a diameter of a circle, and the tangent at point P meets BA when produced at T. If angle PBO is equal to 30 degree, what is the measure? Of angle PTA? Sir, question ഒന്നുകൂടെ വായിക്കാമോ? In the given figure, BOA is a diameter of a circle, and the tangent at the point P meets BA when produced at T. Angle PBO is equal to 30. What is the measure of angle PTA? PTA OB.
ഇത് 30 തന്നിട്ടുണ്ട്, ഇത് 30 തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? BOA ഡയമീറ്റർ, BOA ഡയമീറ്റർ, ഇത് ഡയമീറ്റർ, ഇത് ഡയമീറ്റർ. എങ്ങനെ കണ്ടുപിടിക്കാം? PTA കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോ, ഇത് BOA ഡയമീറ്റർ ആണെങ്കിൽ ഈ BO എന്ന് പറയുന്നത് റേഡിയസ് ആയിരിക്കുമല്ലോ അല്ലെ, OP എന്ന് പറയുന്നതും റേഡിയസ് ആയിരിക്കുമല്ലോ, ആയിരിക്കും, ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 30 അല്ലേ, ഇത് റേഡിയസ് ആണെങ്കിൽ BOP എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും, ശരിയല്ലേ? ഇതും ഇതും എന്ത് തന്നെയാണ്, സെയിം ആണ്. അപ്പൊ ഈ ഐസോസെലസ് ആണെങ്കിൽ ഇത് 30. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്കറിയാം ഇത് ടാൻജന്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ടാൻജന്റും റേഡിയസും എപ്പോഴും എത്രയാണ്? 90 ഡിഗ്രിയാണ്, ശരിയല്ലേ? അപ്പം ഇതിപ്പോ 90, ഇത് മൊത്തം ആംഗിൾ എത്ര ആവും? അപ്പം 90 + 30 120 ആവും. അപ്പം ഈ ട്രയാങ്കിൾ മൊത്തം നോക്കി, ഈ ട്രയാങ്കിൾ PBT നോക്കിക്കഴിഞ്ഞാൽ ഒരു ആംഗിൾ 120ഉം ഒരു ആംഗിൾ 30ഉം, മൂന്നാമത്തെ ആംഗിൾ വേണേൽ കണ്ടുപിടിക്കാം, എന്താ? ആംഗിൾസം പ്രോപ്പർട്ടി വെച്ചിട്ട്, ശരിയല്ലേ? പക്ഷെ ഇത് എഴുതേണ്ടത്, ഇത്രയും കാര്യങ്ങൾ എഴുതണം. എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. OB is equal to OP is equal to radius. Therefore BOP is isosceles. So angle PBO is equal to angle OPB is equal to 30 degree. ഇനി നമുക്കറിയാം ആംഗിൾ ആംഗിൾ TPO is equal to 90 ഡിഗ്രി ആണ്. എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ആണ്, റേഡിയസ് ആൻഡ് ടാൻജന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ആംഗിൾ TPO പ്ലസ് ആംഗിൾ OPB is equal to 90 plus 30 is equal to 120. That is angle BPT is equal to 120. In triangle BPT, angle BPT plus angle PBT plus angle PTA എന്ന് പറയുമ്പോൾ PTB എന്ന് എടുക്കാം. PTB is equal to 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് BPT എന്ന് പറയുന്നത് 120 ആണ്, PBT എന്ന് പറയുന്നത് 30 ആണ്, പ്ലസ് ആംഗിൾ PTB is equal to 180. അവിടുന്ന് 150 പ്ലസ് ആംഗിൾ PTB is equal to 180. അവിടുന്ന് ആംഗിൾ PTB is equal to 180 മൈനസ് 150. അവിടുന്ന് ആംഗിൾ PTB is equal to 30. ആ PTB തന്നെയാണ് ആംഗിൾ PTA. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ഇൻ ഫിഗർ ട്രയാങ്കിൾ ABC DE parallel to AB if AD is equal to 2x, DC is equal to x plus 3, BE is equal to 2x minus 1, CE is equal to x. Then find the value of x. പടം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. AD 2x തന്നിട്ടുണ്ട്, DC x plus 3 തന്നിട്ടുണ്ട്, BE എന്ന് പറയുന്നത് 2x minus 1 തന്നിട്ടുണ്ട്, CE x തന്നിട്ടുണ്ട്. നമ്മൾ BPT വെച്ചിട്ട് ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടില്ലേ? BPT ആസ് പെർ BPT ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്തോ പഠിച്ചിട്ടുള്ളത്? ഒരു ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന് പാരലായിട്ട് മറ്റേ രണ്ട് സൈഡിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത പോയിന്റ് വെച്ചിട്ട് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം, DC by AD ഈസ് ഈക്വൽ ടു EC by DE എന്ന് എടുക്കാം. അതെന്തുകൊണ്ടാ? സിൻസ് എന്താ? DE പാരലൽ ടു AB ആയതുകൊണ്ട്. ഇനി DCയുടെ വാല്യൂ എടുക്കാം. എന്താ ഇത്? DCയുടെ വാല്യൂ x plus 3 ആണ്. ADയുടെ വാല്യൂ എന്ന് പറയുന്നത് 2x ആണ്. ECയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ x ആണ്. BEയുടെ വാല്യൂ 2x minus 1 ആണ്. ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x plus 3 into 2x minus 1 ആണ് ഈക്വൽ ടു x into 2x ആണ്. അവിടെ നിന്ന് x into 2x minus 1 plus 3 into 2x minus 1 വരും ഈക്വൽ ടു ഇവിടെ 2x സ്ക്വയർ എന്ന് വരും. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 6x മൈനസ് 3 ഈക്വൽ ടു 2x സ്ക്വയർ. അവിടെ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ 2x സ്ക്വയർ 2x സ്ക്വയറും പോകും. കാരണം എന്താ? ഈ സൈഡിലോട്ട് വരുമ്പോൾ 2x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ആവും. ബാക്കി ഇവിടെ ഒരു മൈനസ് എക്സ് പ്ലസ് 6x മൈനസ് 3 ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് 6x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 5x ആണ്. 5x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 ആണ്. അവിടെ നിന്ന് 5x ഈസ് ഈക്വൽ ടു 3 എന്നും അവിടെ നിന്ന് x ഈസ് ഈക്വൽ ടു 3/5 എന്നും എഴുതിക്കുന്നത്. ഒരു ഹോംവർക്ക് തരാം, ഹോംവർക്ക് കൂടെ എഴുതി എടുത്തു. ഇൻ ഗിവൺ ഫിഗർ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y plus z. ഇത് ചെയ്തിട്ടല്ലാതെ നാളെ കയറണ്ട ക്ലാസ്സിൽ കേട്ടോ. ഇത് ചെയ്തുകൊണ്ട് വരണം. ആ ചെയ്തത് കിട്ടിയില്ലെങ്കിൽ ആ ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കത് കാണണം. ഇത് Q, ഇത് P, ഇത് R, ഇത് B, ഇത് A, ഇത് C. ഇത് 30 ഡിഗ്രി, ഇത് 30, ഇത് 3, ഇത് 6, ഇത് Y, ഇത് Z
z ഇത് 8 ഇത് 4√3. ഇതാണ്, ഇത് ഹോംവർക്കാണ്. ട്രൈ ചെയ്യണം. അത് കിട്ടിയില്ലെങ്കിൽ എനിക്കത് കാണണം, എന്തോ എഴുതുന്നതെന്ന്, അങ്ങനെ കിട്ടാത്ത എന്നുള്ള കാര്യം, എവിടെ സ്റ്റക്കായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഹോംവർക്ക് എഴുതിക്കും. നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുവേ. The 3/4 part of a conical vessel of internal radius 5 centimeter and height 24 centimeter is full of water. The water emptied into a cylindrical vessel with the internal radius 10 centimeter. Find the height of water in cylindrical ഞാൻ നിർത്താമേ.